പീരുമേട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിൽ ഹൈക്കോടതി വിധി ഇന്നുണ്ടാകും. LDFിലെ വാഴൂർ സോമന്റെ വിജയം ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് കോടതി വിധി പറയുക. വസ്തുതകൾ മറച്ചുവെച്ചാണ് വാഴൂർ സോമന്റെ സത്യവാങ്മൂലമെന്നും സത്യവാങ്മൂലം അംഗീകരിച്ചത് നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുമാണ് ആക്ഷേപം. UDF സ്ഥാനാർത്ഥി സുരേഖ് തോമസ് നൽകിയ ഹർജിയിലാണ് വിധി പറയുക. ഡാനി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഡാനി, ഗുഡ് മോർണിംഗ്. എന്താണ് ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ? ഗുഡ് മോർണിംഗ്. ഇന്ന് ഈ കേസ് സംബന്ധിച്ചുള്ള വിധിയാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടാവുക. പ്രധാന ഒരു ആക്ഷേപം എന്ന് പറയുന്നത് വസ്തുതകൾ മറച്ചു വെച്ചു വാഴൂർ സോമൻ എന്ന രീതിയിലാണ് ഇതിൽ UDF സ്ഥാനാർത്ഥി പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാന വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ ചെയർമാനായിരിക്കെയാണ് വാഴൂർ സോമൻ ഇതിലേക്ക് വരുന്നത്. തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായി വരുന്നതും പിന്നീട് വിജയം നേടുന്നതും പീരുമേട് MLA ആകുന്നതും എല്ലാം തന്നെ ആകുന്നത്. പക്ഷേ ഇക്കാര്യങ്ങളിൽ ജനപ്രാതിനിധ്യ നിയമം അതിൻ്റെ ലംഘനമാണ് നടന്നിരിക്കുന്നതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് UDF സ്ഥാനാർത്ഥി ഇതിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല. ഈ നാമനിർദ്ദേശ പത്രിക അംഗീകരിക്കുമ്പോൾ പോലും അതിൽ ആദായ നികുതി വകുപ്പ് പ്രകാരമുള്ള അതിൽ റിട്ടേൺ സംബന്ധിയായ കാര്യങ്ങൾ, ഇതിൻ്റെ വിവരങ്ങളൊന്നും തന്നെയും ഇക്കാര്യങ്ങളിൽ സൂചിപ്പിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പാൻ കാർഡ് വിവരങ്ങൾ സംബന്ധിയായ കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ തെറ്റായ വസ്തുതകളാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരം തെറ്റായ വിശകലനങ്ങൾ അടങ്ങിയ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചതുപോലും ഈ നിയമത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വിജയം അത് അംഗീകരിക്കരുത്. തുടക്കത്തിലെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ അപാകത വന്നിരിക്കുന്നു, പിശക് വന്നിരിക്കുന്നു. അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് UDF സ്ഥാനാർത്ഥിയായ ശ്രീ തോമസ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. എന്നാൽ അതേസമയം അതിന് മറുപടിയായി നൽകിയിരിക്കുന്നത് സത്യവാങ്മൂലത്തിൽ ഉണ്ടായിരുന്ന പിഴവുകൾ ഇതെല്ലാം തന്നെ തിരുത്തിയിട്ടുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം പിന്നീട് ഇത് കൃത്യമായിട്ട് തന്നെ അതിൽ പിശകുകൾ തിരുത്തിയിട്ടുണ്ട് എന്നതാണ് ഹർജിയിൽ വാഴൂർ സോമൻ നൽകിയിരിക്കുന്ന മറുപടി അടക്കമുള്ള കാര്യങ്ങൾ. ഇത് വസ്തുതകൾ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലായി പരിശോധിക്കുന്നു. ഇതിൽ ഇന്ന് ഹൈക്കോടതിയുടെ അന്തിമമായ വിധി ഇന്ന് വരും. റൈറ്റ്, ഇന്ന് വിധി ഉണ്ടാകും എന്നുള്ളതാണ് അന്തിമമായിട്ടുള്ള വിധി ഈ പീരുമേട് നിയമസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള കേസിൽ.